നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മളിപ്പോൾ 2026 പകുതി ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള പകുതി വർഷം, അതായത് 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതുമാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ സമയത്ത് സംഭവിക്കുന്ന വലിയ ഗ്രഹമാറ്റങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗ്രഹമായ ശനി ഈ സമയത്ത് വക്രഗതിയിലാകുന്നു. കൂടാതെ ഭാഗ്യദായകനായ വ്യാഴം ജൂൺ 2 മുതൽ തന്റെ ഉച്ചസ്ഥിതിയിലാണുള്ളത്. ഇതിനോടൊപ്പം സൂര്യൻ തന്റെ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സുഖഭോഗങ്ങളുടെയും ബുദ്ധിയുടെയും കാരകന്മാരായ ശുക്രനും ബുധനും തങ്ങളുടെ സ്വന്തം രാശികളിലേക്ക് ഭ്രമണം ചെയ്തെത്തുന്ന സമയമാണിത്. ഈ പ്രധാന ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരം പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ രാശാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹു 4ാം ഭാവത്തിലും ശനി 5ാം ഭാവത്തിലും നിൽക്കുന്നു. സൂര്യൻ 8ാം ഭാവത്തിലും ശുക്രൻ, ബുധൻ, വ്യാഴം എന്നിവർ 9ാം ഭാവത്തിലും വരുന്നു. നിങ്ങളുടെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു വരാൻ പോകുന്ന ഡിസംബർ 6 വരെ അവിടെ തന്നെ തുടരും. ഇതിന്റെ ഫലമായി 2025 ജൂൺ ജൂലൈ മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ അസ്ഥിരതകൾ നേരിട്ടിട്ടുണ്ടാകാം. 10ാം ഭാവത്തിലെ കേതുവിന്റെ സ്വാധീനം കാരണം ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുകയോ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയോ ഉണ്ടായിട്ടുണ്ടാകാം. നിലവിലുള്ള ജോലി മാറി പുതിയ മറ്റൊന്നിന് ശ്രമിക്കുക, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് ഒരു സ്ഥലമാറ്റം ആഗ്രഹിക്കുക എന്നിവ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി വരാൻ സാധ്യതയുണ്ട്. രാഹുവിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ താമസ സ്ഥലത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾ ആഗ്രഹിക്കും. കുടുംബത്തിൽ അമ്മയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അമ്മയ്ക്ക് കണ്ണിന് അസ്വസ്ഥതയോ കടുത്ത പുറംവേദനയോ പേശി വലിവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ അമ്മയുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മാനസികമായ അകൽച്ചയ്ക്കും ഈ സമയം കാരണമായേക്കാം. എന്നാൽ ഡിസംബർ 6 ശേഷം രാഹു നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. ഇത് കരിയറിൽ വലിയ പുരോഗതി നൽകും. പ്രത്യേകിച്ച് IT, സാങ്കേതിക മേഖലകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ട്രാവൽ ഏജൻസികൾ, മാർക്കറ്റിംഗ്, കയറ്റുമതി ഇറക്കുമതി ബിസിനസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ വിജയവും സാമ്പത്തിക നേട്ടവും നൽകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ചില പ്രത്യേക കാലയളവുകൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. 2026 ഓഗസ്റ്റ് 3 മുതൽ സെപ്റ്റംബർ 19 വരെയുള്ള സമയം വളരെ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ രാശാധിപനായ ചൊവ്വ 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറവായിരിക്കും. പ്രതിരോധശേഷി കുറയുന്നത് കാരണം പെട്ടെന്ന് ഇൻഫെക്ഷനുകൾ വരാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത അലർജികൾ, കടുത്ത ക്ഷീണം, ദഹനക്കേട്, വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. കൂടാതെ ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നതും ചൊവ്വ 8ലേക്ക് മാറുന്നതും ഇതിനാക്കം കൂട്ടും. എന്നാൽ സെപ്റ്റംബർ 19 ശേഷം ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ പഠനകാര്യങ്ങളിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും. എത്ര പഠിച്ചാലും വിചാരിച്ച ഫലം കിട്ടുന്നില്ല എന്ന ആശങ്കയും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും നിങ്ങളെ അലട്ടാം. പഠനത്തിനായി കൂടുതൽ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരികയോ കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയോ ചെയ്യാം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി വരുന്നത് വ്യാഴത്തിന്റെ 9ാം ദൃഷ്ടിയാണ്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ ശുഭദൃഷ്ടി കൊണ്ട് നിങ്ങളുടെ പഠനഭാവത്തെ അനുഗ്രഹിക്കുന്നു. അതിനാൽ നവംബർ മാസത്തിനു മുൻപായി വിദ്യാർത്ഥികൾക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും വിദേശത്തോ നല്ല കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. തുടക്കത്തിൽ കഠിനമായി പരിശ്രമിച്ചാൽ ഒടുവിൽ വലിയ വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിനാൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ കാലയളവിൽ സന്താനഭാഗ്യമുണ്ടാകും. കുട്ടികൾക്കായി പുതിയ ചികിത്സകൾ ആരംഭിക്കാനോ
പ്രാർത്ഥനകൾ നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. കുട്ടികളുള്ള മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാഗത്തു നിന്ന് വളരെ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അവരുടെ പഠനത്തിലോ ജോലിയിലോ വലിയ പുരോഗതി ഉണ്ടാകുന്നത് വഴി കുടുംബത്തിന് പൊതുവെ ബഹുമതിയും കീർത്തിയും വന്നു ചേരുന്ന കാലമാണിത്. നിങ്ങളുടെ തൊഴിൽ ഭാവത്തിലേക്ക് സൂര്യന്റെ അനുകൂല മാറ്റം സംഭവിക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ഒരു മാസക്കാലം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കും. നിങ്ങളൊരു സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാം. സർക്കാർ പരീക്ഷകളുടെ ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും പുതിയ പദവികളും ലഭിക്കാൻ ഈ സൂര്യമാറ്റം കാരണമാകും. ഓഗസ്റ്റ് 16 ശേഷം ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യുന്നവരോ ആയ ആളുകൾക്ക് ഈ സമയത്ത് കൂടുതൽ മാനസിക നിയന്ത്രണം ആവശ്യമാണ്. നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ വലിയ മര്യാദ സൂക്ഷിക്കുകയും വേണം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 19 വരെയുള്ള കാലയളവിൽ ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങളുടെ സംസാരത്തെ സ്വാധീനിക്കുന്നതിനാൽ പെട്ടെന്നുള്ള ദേഷ്യം കാരണം കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ വർഷം ഡിസംബർ വരെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ടു പോകണം. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രണയിതാക്കൾക്കിടയിൽ അനാവശ്യമായ സംശയങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. എന്നാൽ ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും ഈ സമയം വഴിയൊരുക്കും. പ്രണയ ജീവിതത്തിൽ പലവിധ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും വിവേകത്തോടെ പെരുമാറിയാൽ ബന്ധം തകരാതെ സൂക്ഷിക്കാം. വരാൻ പോകുന്ന 2026 നവംബർ മാസം വരെ വൃശ്ചിക രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ വളരെ ശക്തമായിരിക്കും. ചൊവ്വയുടെ ദോഷം മാറാൻ ദിവസവും രാവിലെ കുളിച്ചതിനു ശേഷം ചൊവ്വാസ്തോത്രം 108 തവണ ജപിക്കുക. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് സർവ്വ തടസ്സങ്ങളും മാറ്റും. നിങ്ങൾക്ക് ഈ ജ്യോതിഷ വിശകലനം ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.